പിണറായി വിജയനെതിരായ ഇ.ഡി. നീക്കത്തിൽ രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാനൊരുങ്ങുകയാണ് CPM. വിഷയം ഇടതുമുന്നണി നേതൃത്വം ഏറ്റെടുക്കും. ഇന്ന് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഇടതുമുന്നണിയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം. പിണറായിക്കെതിരെയുള്ളത് രാഷ്ട്രീയ പകപോക്കലാണെന്നും BJP വിരുദ്ധ രാഷ്ട്രീയ നേതാക്കളെ കേസുകളിൽ കുടുക്കാനുള്ള നീക്കമാണെന്നുമാണ് ഇടതുമുന്നണിയുടെ നിലപാട്. അതേസമയം പോലീസ് വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഇന്നലെ നമ്മൾ ഒരുപാട് സംഭവവികാസങ്ങൾ കണ്ടു തലസ്ഥാനത്ത്. ഏറ്റവും ഒടുവിൽ EDയുടെ കാറ് അടിച്ചു പൊട്ടിക്കുന്ന, ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന, പരിക്കേൽപ്പിക്കുന്ന CPM പ്രവർത്തകരെയും നമ്മൾ കണ്ടു. അവരെ സംരക്ഷിക്കുന്ന പാർട്ടി ഓഫീസും കണ്ടു. സമാനമായി തന്നെ ഈ വിഷയം പൂർണ്ണമായും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണോ CPMന്റെ ഒപ്പം ഇടതുമുന്നണിയുടെ തീരുമാനം? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങൾ CPMന് തിരിച്ചടിയാകുമെന്നൊരു ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. കാരണം വലിയ രീതിയിലുള്ള ആക്രമണം സംസ്ഥാനത്ത് ഒട്ടും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥരെ പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുൻപിൽ വെച്ച് വലിയ രീതിയിൽ ആക്രമിക്കുകയും വാഹനത്തിന് കേടുപാട് വരുത്തുകയും ചെയ്തത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി CPM പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. മാത്രമല്ല ED പരിശോധനയ്ക്ക് ശേഷം മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ, കണ്ണൂരിൽ നിന്നടക്കം യാതൊരുവിധ പ്രകോപനമോ ആക്രമണമോ ഇല്ലാത്ത രീതിയിൽ അവിടെ നിന്നും ED ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയിരുന്നു. പക്ഷേ തലസ്ഥാനത്ത് വെച്ച് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുൻപിൽ വെച്ചാണ്, അതായത് ED വാഹനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുപിടിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് 5 പേർക്കെതിരെ ഇന്ന് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പോലീസ്, അതായത് ഈ ഒരു ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. കൂട്ടം ചേർന്നുകൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കേസ് കൂടി ഇന്ന് രജിസ്റ്റർ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോവും ഒപ്പം ആഭ്യന്തര മന്ത്രാലയവും ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷൻ അവധിയായിരുന്നു. മാത്രമല്ല ഈ ഒരു കാര്യത്തിന്റെ ഒരു ചുമതല, അല്ലെങ്കിൽ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചിരുന്നത് റേഞ്ച് DG ആയിരുന്നു. ആ ഒരു ഉദ്യോഗസ്ഥൻ, അതായത് അധികം പരിചയസമ്പത്തുള്ള ഒരു ഉദ്യോഗസ്ഥനെ അല്ല ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചത് എന്ന കാര്യത്തിൽ വലിയൊരു വിമർശനവും പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസിനെതിരെ ഉയരുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പ്രവർത്തകരെ കണക്കാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രവർത്തകരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ അളവിലുള്ള പോലീസുകാർ മാത്രമായിരുന്നു ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമണത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ ഒരു നീക്കം. പരിപൂർണ്ണ പരാജയമായിരുന്നു കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ പോലീസിന്റെ നീക്കങ്ങൾ എന്ന് തന്നെ വേണമെന്ന് പറയാം. പക്ഷേ അതിനുശേഷം വലിയ രീതിയിൽ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായിരുന്നെങ്കിലും അതിലും പാർട്ടി പ്രതിരോധം തീർക്കുകയും പിന്നീട് പ്രവർത്തകർ സ്വമേധയാ കീഴടങ്ങുകയായിരുന്നു. അവരെയാണ് ഇന്ന് 10 മണിയോടുകൂടി റിമാൻഡ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ആഭ്യന്തര മന്ത്രാലയം അടക്കം റിപ്പോർട്ട് തേടിയ സ്ഥിതിക്ക് കൂടുതൽ ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ പാർട്ടി എങ്ങനെ പ്രതിരോധം തീർക്കും, മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും ജില്ലാ കമ്മിറ്റി, ജില്ലാ നേതൃത്വത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം പദ്ധതി ഇടുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണ സംഭവങ്ങൾ പാർട്ടി ഏത് രീതിയിൽ ന്യായീകരിക്കുമെന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രഞ്ജിത്ത്, ഒപ്പം ഈ CPM ആണ് ഇന്നലെ പ്രക്ഷോഭ രംഗത്ത് സംസ്ഥാനത്തുടനീളം ഉണ്ടായിരുന്നത്. രാത്രിയിൽ പന്തം കൊളുത്തി പ്രകടനവും മറ്റും സംസ്ഥാന വ്യാപകമായി ഉണ്ടായിരുന്നു. ഇടതുമുന്നണിയുടെ നിലപാട്, ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളായ CPIയും മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ നിലപാടെന്താണ്? സംയുക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭം ആണോ ഇന്ന് സംഭവിക്കുക, അതോ CPM മാത്രമാണോ ഇപ്പോൾ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്? രഞ്ജിത്ത്, ഇതിൽ CPM മാത്രമല്ല ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്നടക്കം, അതായത് മറ്റ് ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ പദ്ധതി ഇടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു കടന്നാക്രമണം, അല്ലെങ്കിൽ പ്രതിപക്ഷ BJP ഇതര പാർട്ടികൾക്കെതിരെ, അതിനെതിരെ ആ ഒരു ആശയത്തിനെതിരെ നിൽക്കുന്ന പാർട്ടികൾക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ പകപോക്കലാണ് ഇത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിൽ എല്ലാ നേതാക്കന്മാരും പ്രതികരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിൽ CPM മാത്രം രംഗത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യില്ല എന്നാണ് ഇപ്പോൾ CPM വിലയിരുത്തുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു എതിർവികാരം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്കുള്ള ഒരു രീതി, അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും അത് CPMനെ പ്രതിരോധത്തിലാക്കുന്ന സ്ഥിതിക്ക് അത്തരത്തിലുള്ള ഒരു ഒറ്റയ്ക്കുള്ള നിന്നുള്ള ഒരു പ്രതിരോധം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. അതിനുശേഷം ഘടകകക്ഷികളുമായി ചേർന്നുകൊണ്ട് വലിയ പ്രതിഷേധവും ഇന്നും തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏരിയ കമ്മിറ്റികൾ, ലോക്കൽ ഏരിയ കമ്മിറ്റികളിൽ ഇത്തരത്തിലുള്ള പന്തം കൊളുത്തി പ്രകടനമടക്കം നടത്തിയിരുന്നു. പക്ഷേ അത് ഇനി ജില്ലാതലത്തിലേക്കും
സംസ്ഥാന തലത്തിലേക്ക് അടക്കം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇന്ന് തൊട്ട് നടക്കുന്നത്. കാരണം വലിയ പ്രതിരോധത്തിലായിട്ടുള്ള ഒരു മുന്നണി ഇപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് മറികടക്കാം? കാരണം വലിയൊരു പരാജയം നേരിട്ടു. അതിനുശേഷമാണ് ഈ ഒരു ഇഡിയുടെ റെയ്ഡ് വരുന്നത്. അതും മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിനിടെയാണ്. ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇന്നും ഇനി വരുന്ന ദിവസങ്ങളിലും CPM-ഉം ഒപ്പം തന്നെ ഘടകകക്ഷികളും ഇടതു മുന്നണി അടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു നീക്കം. രഞ്ജിത്ത്, തീർച്ചയായും ഇപ്പോൾ ഏത് തരത്തിലാണ് ഈ വിഷയങ്ങളെ ഇനി CPM സമീപിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും പൊതുവെ ചർച്ചയാകുന്നത് സമാനമായ വിഷയം, സമാനമായ കേസും കാര്യങ്ങളുമൊക്കെ കേന്ദ്ര ഏജൻസികൾ മുൻ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ, ബിനീഷ് കോടിയേരിക്കെതിരെ സ്വീകരിച്ചപ്പോൾ പാർട്ടി എടുത്ത നിലപാടാണോ ഇപ്പോൾ പിണറായി വിജയന്റെ മകൾ ഇത്തരം കാര്യങ്ങളിൽ പോയി കുടുങ്ങുമ്പോൾ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം പാർട്ടി അണികൾക്കിടയിൽ കാര്യമായി തന്നെയുണ്ട്. ഇന്നലത്തെ പ്രക്ഷോഭത്തിന് അതേ ബിനീഷ് കോടിയേരി തന്നെ മുന്നിലുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.